ഒരു പക്ഷേ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഹാർട്ടിന് യാതൊരു കുഴപ്പമില്ല. എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു അസുഖം ഉണ്ടെങ്കിലോ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ടെസ്റ്റുകളിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൃദയത്തിലെ കറകളുടെ ലോകത്തെക്കുറിച്ചാണ്. മയോകാർഡിയൽ ഫൈബ്രോസിസ്. ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു അപകടമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ താളം തെറ്റിക്കുന്ന ഗൗരവമുള്ള ഒരു പ്രശ്നം. എങ്ങനെയാണ് ഹൃദയത്തിൽ കറകൾ രൂപപ്പെടുന്നത്? ഹൃദയത്തിന്റെ മാംസപേശികൾ നശിച്ചു പോകുമ്പോൾ അവിടെ സ്കാറുകൾ വരികയാണ്. ഈ സ്കാറുകളെയാണ് നമ്മൾ കറകൾ എന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് സംഭവിക്കാം. മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഹൃദയത്തിന്റെ മാംസപേശികളുടെ അണുബാധ കൊണ്ട് സംഭവിക്കാം. വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് സംഭവിക്കാം. ജനിതകപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് സംഭവിക്കാം. ഇതിനെ നമ്മൾ മയോകാർഡിയൽ ഫൈബ്രോസിസ് എന്ന് പറയും. ഇത് കാലക്രമേണ ഹൃദയത്തെ തളർത്തുകയാണ്. ഹൃദയത്തിന്റെ പമ്പിങ് കുറയാൻ ഒരു കാരണമാവുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കാറിന്റെ ടയർ കേടുവരികയാണെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ പാച്ച് വർക്ക് ചെയ്യും. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോൾ ഹൃദയത്തിനകത്ത് പല ഭാഗത്തും പാച്ച് വർക്കുകൾ കാണുകയാണ്. പക്ഷേ ഈ പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങളിലൊന്നും ഹൃദയത്തിന് ഒരു പ്രവർത്തനവുമില്ല, ഒരു കപ്പാസിറ്റിയും ഇല്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ തുടക്കത്തിൽ കറ വരുന്നത് നമ്മൾ അറിയുക പോലുമില്ല. ഇനി ഇത് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അവിടെയും ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ECGകളിലോ ത്രെഡ്മിൽ ടെസ്റ്റിലോ ഹൃദയത്തിലെ കറ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സൈലന്റ് ആയിട്ടുള്ള നാശം ഹൃദയത്തിന് വരുത്തി വെക്കുകയാണ്. 50% ആളുകൾക്കും ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന മാരകമായ അവസ്ഥ വരുന്ന സമയത്ത് മാത്രമാണ് ഈ കറ കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്താനുള്ള ഒരേ ഒരു മാർഗം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് MRI ആണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എങ്ങനെയാ വെച്ചാൽ ഒരു രോഗി വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് MRI ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹാർട്ടിനകത്ത് കറ കണ്ടെത്തുകയാണ്. ഇങ്ങനെ കറ കണ്ടെത്തി കഴിഞ്ഞാൽ 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ കറയുള്ള ആളുകൾക്ക് കുഴഞ്ഞു വീണുള്ള പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കാലക്രമേണ ഹൃദയത്തിന്റെ പമ്പിങ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹാർട്ട് ഫെയിലർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തത് ഹൃദയത്തിന് വരാവുന്ന ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളാണ്. ഹൃദയത്തിന്റെ താളമെടുപ്പിൽ വരുന്ന താളം തെറ്റലുകൾ, അരിത്മിയ എന്ന് പറയുന്ന അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലെ കറകൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ ഈ പറയുന്ന അവസ്ഥകളും കോംപ്ലിക്കേഷനും ഒരു പരിധിവരെ നമുക്ക് മുൻകൂട്ടി തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെ തടയാം? ഹൃദയത്തിന് കറ വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടറുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹാർട്ട് അറ്റാക്ക് വന്നവരോ ഇങ്ങനെയുള്ള വ്യക്തികൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് MRI ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹാർട്ട് ചെക്കപ്പ് ചെയ്യുക. മൂന്നാമത്തത് എന്താണ്? ഭക്ഷണത്തിലെ ചിട്ടകൾ, റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് BPയോ ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള മരുന്നുകൾ കഴിക്കുക. ഹൃദയത്തിലെ കറകളെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.